കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാട്രിമോണി സൈറ്റിൽ സുഭാഷിനായി റിക്വസ്റ്റ് വന്ന പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ആരെങ്കിലും വിളിച്ച് സംസാരിക്കണമെന്ന് നിധി പറയുന്നുണ്ട്. ഞാൻ വിളിച്ച് സംസാരിച്ചോളാം എന്ന് സുധീഷ് പറയുമ്പോൾ എങ്കിൽ അപ്പം തന്നെ ആ ബന്ധം പൊളിഞ്ഞു എന്ന് ഹരീഷും പറയുന്നുണ്ട്. പറഞ്ഞ പോലെ ഇത് വിടുവായിത്തം പറയാൻ വേണ്ടി വിളിക്കുന്നതല്ല എന്ന് നിധി പറയുമ്പോൾ വിടുവായിത്തോ ഞാനോ എന്ന് സുധീഷ് പറയുമ്പോൾ എന്താ സംശയം, നിങ്ങൾ വിളിച്ച എന്താ സംസാരിക്കാൻ പോകുന്നതെന്നൊക്കെ എനിക്കറിയാം എന്ന് നിധി പറയുമ്പോൾ എങ്ങനെയാ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. എന്നാ ഇപ്പം കണ്ടോ എന്ന് പറഞ്ഞ നിധി ഫോൺ എടുത്ത് ചെവിയിൽ വെച്ച് ഹലോ, ഞാൻ സുധീഷ, സിറ്റിയിലൊരു ട്രാവൽസ് ഒക്കെയുള്ള എൻ്റെ ചേട്ടൻ സുഭാഷ് ഒരു ആർക്കിടെക്റ്റാ, പിന്നെയുള്ളത് 2 അനിയന്മാരാ. ഒരാൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ, മറ്റാൾ IAS പ്രിപ്പയർ ചെയ്യുക. ഇങ്ങനെയൊക്കെയല്ലേ പറയാൻ പോകുന്നേ എന്ന് നിധി ചോദിക്കുമ്പോൾ ഹരീഷും നികേഷും സുധീഷിനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. ഒന്ന് നിർത്തടാ എന്ന് അവരോട് പറഞ്ഞുകൊണ്ട് ഇയാളോട് ഞാൻ അങ്ങനെയൊക്കെയാ പറഞ്ഞെന്ന് കരുതി എല്ലാവരോടും ഞാൻ അങ്ങനെ പറയുമോ, രാവിലെ തന്നെ നിർത്തി അങ്ങ് അഭിമാനിക്കുക എന്ന് സുധീഷ് പറയുമ്പോൾ എന്നാ പിന്നെ എങ്ങനെയാ സംസാരിക്കുന്നേ എന്ന് പറയ് എന്ന് നിധിയും പറയുന്നുണ്ട്. എന്നാ ഇതാ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് ഫോൺ വിളിക്കുന്നതായി അഭിനയിച്ച് ഹലോ, എൻ്റെ പേര് സുധീഷ്, എൻ്റെ മൂത്തച്ചേട്ടൻ സുഭാഷിന് വേണ്ടി മാട്രിമോണിയിൽ കൊടുത്ത പരസ്യത്തിന് നിങ്ങൾ തന്ന റെസ്പോൺസിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ചേട്ടൻ്റെ ക്യാരക്ടർ ശരിക്കൊരു ജെമ്മാണ് കേട്ടോ. ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ വെരി ഹാൻസം, മാത്രമല്ല നേരിട്ട് കണ്ടാലേ ഒരു ഫിലിം സ്റ്റാറിൻ്റെ ലുക്കൊക്കെ ഉണ്ടാവും എന്നൊക്കെ അവൻ പറയുമ്പോഴേക്കും മതി മതി ഒന്ന് നിർത്ത് എന്ന് നിധിയും പറയുന്നുണ്ട്. എന്താ നിധി കൂടുതൽ നന്നായി പോയോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ തള്ളു മാറിയപ്പോൾ ഉണ്ടായി എന്ന് ഹരീഷും കളിയായിക്കൊണ്ട് പറയുന്നുണ്ട്. ഹരീഷിന് സംസാരിച്ചപ്പോരെ എന്ന് നിധി പറയുമ്പോൾ അയ്യോ അതിന് എനിക്ക് സംസാരിക്കുവാനൊന്നും അറിയില്ല ഏട്ടത്തി എന്ന് ഹരീഷും പറയുന്നുണ്ട്. പിന്നെ ഞാൻ സംസാരിച്ചിട്ട് നന്നാവാത്തതാണോ ഇവൻ സംസാരിച്ച് നന്നാക്കുന്നേ എന്ന് സുധീഷ് പറയുമ്പോൾ എന്താ സംശയം, ഇവൻ സംസാരിച്ച 2 കാര്യങ്ങളുണ്ടാവും. ഒന്ന് മെച്യൂരിറ്റി, 2 സിൻസിയറിറ്റി. അത് രണ്ടും നിങ്ങൾക്കില്ല എന്ന് നിധിയും പറയുന്നുണ്ട്. മൂത്ത ചേട്ടന് വേണ്ടി ഞാൻ സംസാരിച്ചാൽ ശരിയാവോ എന്ന് ഹരീഷ് സംശയത്തോടെ ചോദിക്കുമ്പോൾ ഈ പറഞ്ഞതാണ് മെച്യൂരിറ്റി, നീ സംസാരിച്ചാൽ ഒട്ടും ശരിയാവില്ല എന്ന് സുധീഷും പറയുന്നുണ്ട്. ശരിക്കും അച്ഛനെ കൊണ്ടാണ് സംസാരിപ്പിക്കേണ്ടത് എന്ന് നിധി പറയുമ്പോൾ ആഹാ, എങ്കിലാ ബന്ധം കൂടി പോയി കേട്ടും, ഏട്ടത്തെ സംസാരിച്ചാൽ മതി എന്ന് നികേഷ് പറയുമ്പോൾ അത് ശരിയാ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെണ്ണുങ്ങളാ സംസാരിക്കേണ്ടത് എന്ന് സുധീഷും പറയുന്നുണ്ട്. ഏട്ടത്തി സംസാരിച്ചാൽ മതി, അതേ ശരിയാവും എന്ന് ഹരീഷ് പറയുമ്പോൾ എന്നാ ശരി ഞാൻ സംസാരിക്കാം, വീട്ടിൽ മുതിർന്ന ആർക്കെങ്കിലും കൊടുക്കാൻ പറഞ്ഞാൽ അച്ഛനെ വിളിക്കാല്ലേ എന്ന് നിധി പറയുമ്പോൾ അങ്ങേരെയൊന്നും വിളിക്കേണ്ട, അങ്ങേർ വരും വേസ്റ്റാ എന്ന് സുധീഷും പറയുന്നുണ്ട്. അങ്ങനെയൊന്നും പറയരുത്, എങ്ങനെ സംസാരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി. ഇപ്പോൾ ഏതായാലും ഞാൻ വിളിച്ചു നോക്കാം എന്നും പറഞ്ഞ് നിധി ആ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഫോൺ എടുക്കുമ്പോഴേക്കും ഹലോ, ബാലകൃഷ്ണൻ സാറാണോ, ഞാൻ മാട്രിമോണിയൽ സൈറ്റിൽ നിന്ന് നമ്പർ കിട്ടിയിട്ട് വിളിക്കുന്നതാ എന്ന് നിധി പറയുമ്പോഴേക്കും അതെ, ഞാൻ ബാലകൃഷ്ണനാ, എൻ്റെ മകൾ ജ്യോതിക്ക് വേണ്ടിയാണ് രജിസ്റ്റർ ചെയ്തത് എന്ന് അയാളും പറയുന്നുണ്ട്. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞ ഒരു സുഭാഷ് ഇല്ലേ, അവരുടെ വീട്ടിൽ നിന്ന് വിളിക്കുന്നതാ എന്ന് നിധി പറയുമ്പോൾ നിങ്ങളാരാ സംസാരിക്കുന്നേ എന്ന് അയാൾ ചോദിക്കുമ്പോൾ ഞാൻ സുഭാഷിന്റെ അനിയൻ സുധീഷിന്റെ വൈഫാ എന്ന് നിധിയും പറയുന്നുണ്ട്. അത് കേൾക്കെ സുധീഷിനും ഒരുപാട് സന്തോഷാവുന്നുണ്ട്. വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട് എന്നയാൾ ചോദിക്കുമ്പോഴേക്കും അമ്മ നേരത്തെ മരിച്ചു, അച്ഛനുണ്ട്, സുഭാഷ് ഏട്ടനെ മേസ്തിരി പണിയാ, താഴെ 3 അനിയന്മാരുണ്ട്, വേറെ ആരുമില്ല എന്ന് നിധിയും പറയുന്നുണ്ട്. ഓഹോ, ഞങ്ങളുടേതും ചെറിയ കുടുംബമാ, ഞാനും ഭാര്യയും പിന്നെ 2 പെൺമക്കളും, മൂത്തവളുടെ കല്യാണം നേരത്തെ കഴിഞ്ഞു എന്നയാൾ പറയുമ്പോഴേക്കും അതൊക്കെ പ്രൊഫൈലിൽ കണ്ടെന്ന് നിധിയും പറയുന്നുണ്ട്. പയ്യന്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമായി, അതാ ഇൻട്രസ്റ്റഡ് ആണെന്ന് അറിയിച്ചത് എന്നയാൾ പറയുമ്പോൾ ശരി, ഇനി എന്താ ചെയ്യണ്ടേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. നല്ലൊരു ദിവസം നോക്കി നിങ്ങൾ വീട്ടിലേക്ക് വാ, ചെറുക്കനും പെണ്ണിനും കണ്ടു ബോധ്യപ്പെടട്ടെ, അവർ തമ്മിൽ ഇഷ്ടമായാൽ ബാക്കി നടപടികളൊക്കെ എന്നിട്ട് ചെയ്യാം എന്നയാൾ പറയുമ്പോൾ ശരി എന്ന് നിധിയും പറയുന്നുണ്ട്. അല്ല, പയ്യന്റെ അച്ഛനുണ്ടെന്നല്ലേ പറഞ്ഞത്, എന്നിട്ടെന്താ അവർ വിളിക്കാഞ്ഞേ എന്നയാൾ ചോദിക്കുമ്പോൾ അച്ഛൻ ഇപ്പോൾ ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക, അച്ഛൻ വന്നിട്ട് വിളിപ്പിക്കാം, നല്ലൊരു ദിവസം നോക്കി എപ്പോഴാ വരുന്നതെന്ന് അച്ഛൻ വിളിച്ചു പറയും എന്ന് നിധി പറയുമ്പോഴേക്കും അച്ഛൻ, ചേട്ടൻ, ഭർത്താവ്, ബന്ധങ്ങളെല്ലാം ഇവൾ അംഗീകരിച്ചു തുടങ്ങി എന്ന് സുധീഷ് സന്തോഷത്തോടെ മനസ്സിലാലോചിക്കുന്നുണ്ട്. എങ്കിൽ ശരി, ഫോൺ വയ്ക്കുക എന്ന് പറഞ്ഞ് നിധി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സുധീഷിനോടും അനിയന്മാരോടുമായി നല്ലൊരു ദിവസം നോക്കാൻ അച്ഛനോട് പറയാം, എന്നിട്ട് അവരെ വിളിപ്പിക്കാം, ഇതെങ്ങനെയെങ്കിലും ഒന്ന് നടന്നാൽ മതിയായിരുന്നു എന്ന് നിധി പറയുമ്പോൾ നടക്കുമെന്നേ എന്ന് സുധീഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷ് പുറത്തുനിന്ന് അങ്ങോട്ട് കയറി വരുന്നുണ്ട്. എന്താ എല്ലാവരും കൂടി ഒരു സംസാരം, എന്നെ കണ്ടപ്പോൾ ടപ്പേന്ന് നിർത്തിയല്ലോ, എന്താ ഞാൻ കേൾക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും ആണോ
എന്ന് ചോദിക്കുമ്പോൾ കേൾക്കാൻ പാടില്ലാത്ത കാര്യമാണെങ്കിൽ ഏട്ടൻ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നിധി മോളെ നീ പറ എന്താ കാര്യം എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല ഏട്ടാ, അവനെന്തോ വെറുതെ പറഞ്ഞതാ എന്ന് നിധി പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞ് സുഭാഷ് അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും അച്ഛനെ ഇൻവോൾവ് ചെയ്യുന്ന കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. പുള്ളിയുടെ വായിൽ നിന്ന് എന്താ വീഴുന്നതെന്ന് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്ന് നിധിയും പറയുന്നുണ്ട്. അപ്പോഴേക്കും ഒരു സഞ്ചിയായി അങ്ങോട്ട് കയറി വന്ന സുഭാഷ് എന്താടാ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല സുഭാഷ് ഏട്ടാ, ഞങ്ങൾ ചുമ്മാതെ എന്ന് നിധി പറയുമ്പോഴേക്കും എന്നൊന്ന് ഇരുത്തി മുളിക്കൊണ്ട് സുഭാഷും പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. സുഭാഷ് പോയി കഴിഞ്ഞതിന് ശേഷം ഭാസ്കരനെ അകത്തേക്ക് വിളിച്ചിരുത്തുന്നുണ്ട്. സുഭാഷ് ഏട്ടന് വേണ്ടി ഞങ്ങളൊരു പെണ്ണ് നോക്കിയിട്ടുണ്ട് എന്ന് നിധി പറയുമ്പോൾ അത് പറഞ്ഞതാ, ബാക്കി പറ എന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. അവിടുത്തെ അച്ഛനുമായിട്ട് അച്ഛനൊന്ന് സംസാരിക്കണം എന്ന് നിധി പറയുമ്പോൾ ഓഹോ, പെണ്ണിനെ പോയി നിങ്ങൾ കണ്ടിട്ട് എല്ലാം തീരുമാനിച്ചിട്ട് അവസാനം അച്ഛനുമായിട്ട് ഞാൻ സംസാരിക്കണല്ലേ എന്നയാൾ പരിഭവത്തോടെ പറയുമ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇങ്ങേരോട് പറഞ്ഞാലൊന്നും ഇത് നടക്കില്ലാന്ന് എന്ന് നിധിയോടായി പറഞ്ഞുകൊണ്ട് സുധീഷ് എന്നാൽ നിങ്ങൾക്ക് പോയി കണ്ടുപിടിച്ച് കൊണ്ടുവരായിരുന്നില്ലേ, ഇത്രയും കാലം ഒന്നും നടന്നില്ലല്ലോ എന്ന് അച്ഛനോട് പറയുമ്പോഴേക്കും ഹരീഷും ഇതൊന്നും നടക്കില്ല എടുത്തി, വേണമെങ്കിൽ ഞാൻ തന്നെ വിളിച്ചോളാം എന്ന് പറയുന്നുണ്ട്. ഞാൻ സംസാരിക്കല്ലേ ഹരീഷേ, ദയവായി ഞാൻ പറഞ്ഞു കഴിയുന്നത് വരെ ആരും ഒന്നും മിണ്ടരുത്. അവരോട് മാത്രമല്ല അച്ഛനോടും കൂടിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇനി സംസാരിച്ചു കഴിയുന്നത് വരെ ഒന്നും മിണ്ടരുത് എന്ന് നിധി പറയുമ്പോൾ ശരി ആയിക്കോട്ടെ എന്നയാളും സമ്മതിക്കുന്നുണ്ട്. മാട്രിമോണിയൽ സൈറ്റിൽ നിന്നാണ് ആ കുട്ടിയുടെ വീട്ടിലെ നമ്പർ കിട്ടിയത്. ഞാൻ ആ കുട്ടിയുടെ അച്ഛനെ വിളിച്ചു, വീട്ടിലെ എല്ലാ കാര്യങ്ങളും പറയുകയും ചെയ്തു. നമ്മളെപ്പോൾ അങ്ങോട്ട് കാണാൻ ചെല്ലുമെന്നാ അവർ ചോദിക്കുന്നത് എന്ന് നിധി പറയുമ്പോൾ എന്നാൽ പിന്നെ അതും കൂടി നിനക്കങ്ങ് പറഞ്ഞാൽ പോരെ, എന്നോട് എന്തിനാ ചോദിക്കുന്നേ എന്നയാൾ തിരിച്ചും ചോദിക്കുന്നുണ്ട്. എഴുത്തി ഇങ്ങേരോട് ഇതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല എന്ന് നികേഷ് ദേഷ്യത്തോടെ പറയുമ്പോൾ നികേഷ് എന്ന് വിളിച്ച് നിധി അവനെ തടയുന്നുണ്ട്. എനിക്കത് പറയാൻ അറിയാത്തതുകൊണ്ടല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്, വീട്ടിലെ മുതിർന്ന ഒരാളായിക്കോട്ടെ എന്ന് വിചാരിച്ചു. നാളെ ഏതായാലും വെള്ളിയാഴ്ചയല്ലേ, ഉച്ചതിരിഞ്ഞ് നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ എന്ന് നിധി ചോദിക്കുമ്പോൾ ആയിക്കോട്ടെ എന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. അതൊന്ന് പറയണം എന്ന് നിധി പറയുമ്പോൾ പറയാലോ അതിനെന്താ എന്നയാളും ചോദിക്കുന്നുണ്ട്. എങ്ങനെ പറയും എന്ന് നിധി ചോദിക്കുമ്പോൾ റിഹേഴ്സലൊക്കെ ചെയ്തു നോക്കാൻ, ഇത് നാടകമൊന്നല്ലല്ലോ, മകന്റെ പെണ്ണ് കാണൽ ചടങ്ങിന് വരുന്നു എന്നുള്ള കാര്യം അറിയിക്കലല്ലേ, അതെങ്ങനെ പറഞ്ഞു തുറക്കുന്ന നിധി ചോദിക്കുന്നേ എന്ന് സുധീഷ് ദേഷ്യത്തോടെ പറയുമ്പോൾ ഇനിയൊരു വാക്ക് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കും എന്ന് നിധിയും പറയുന്നുണ്ട്. അതെങ്ങനെയാ പറയുന്നതെന്ന് ഒന്ന് ചെയ്ത് കാണിക്കാൻ പറ്റുമോ എന്ന് നിധി ചോദിക്കുമ്പോൾ ഇതെന്ത് കഷ്ടായത്, ഇതാ നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് എന്തുവാ പെണ്ണിന്റെ അച്ഛന്റെ പേര് എന്നയാൾ ചോദിക്കുമ്പോൾ ബാലകൃഷ്ണൻ എന്ന് നിധിയും മറുപടി പറയുന്നുണ്ട്. എന്നാ ഇതാ നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഹലോ ബാലകൃഷ്ണൻ അല്ലേടേ, നാളെ ഞാനും എൻ്റെ മോനും കൂടി തൻ്റെ മോളെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്, അപ്പൊ ശരി നാളെ റെഡിയായിരുന്നോ, ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നതായി അഭിനയിച്ച് എന്താ ഇങ്ങനെ പോരെ എന്നയാൾ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എന്ന് നിധി ചോദിക്കുമ്പോൾ എന്താ ഇങ്ങനെ സംസാരിച്ച കുഴപ്പം എന്നയാളും ചോദിക്കുന്നുണ്ട്. ഇത്തിരി മര്യാദക്കൊക്കെ സംസാരിച്ചൂടെ എന്ന് നിധി ചോദിക്കുമ്പോൾ അതിന് ഞാനെന്ത് മര്യാദക്കേടാ സംസാരിച്ചേ എന്നയാൾ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരാം, അതുപോലെ സംസാരിച്ചാൽ മതി എന്ന് നിധിയും പറയുന്നുണ്ട്. എൻ്റെ ശിവനെ, ഈ വയസ്സാം കാലത്ത് ഇനി മനുഷ്യനോട് സംസാരിക്കാൻ ട്യൂഷന് പോകണമെങ്കിൽ അങ്ങനെ, ശരി പറയ് കേക്കട്ടെ എന്നയാൾ പറയുമ്പോൾ നിധി നികേഷിനോടായി നികേഷേ നീ ഇവിടെ വന്നിരുന്നേ എന്ന് പറയുമ്പോൾ അവൻ പോയി സോഫയിൽ ഇരിക്കുന്നുണ്ട്. നീയാണ് പെണ്ണിന്റെ അച്ഛൻ എന്ന് നിധി പറയുമ്പോൾ നികേഷ് അല്പം ഗൗരവമൊക്കെ മുഖത്ത് വരുത്തി കാലൊക്കെ എടുത്തു വെച്ചിരിക്കുന്നുണ്ട്. അവന്റെ ആ ഇരുത്തം കണ്ട് ഭാസ്കരനെ ചിരി അടക്കാൻ പറ്റുന്നില്ല. കണ്ടില്ലേ എടുത്തി, ഇതാ ഞാൻ ഇങ്ങേരുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞത് എന്ന് നികേഷ് ദേഷ്യത്തോടെ പറയുമ്പോൾ മഞ്ഞത്തവള മസിലും പിടിച്ചിരിക്കുന്നത് കണ്ടാൽ പിന്നെ ചിരി വരില്ലേടാ എന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ട് സുധീഷും ചിരിക്കുന്നത് കണ്ട് എന്തൊരു കഷ്ടമായത്, ഈ വീട്ടിൽ ആരെ കൊണ്ടും ഒരു കാര്യം ചെയ്യിക്കാൻ പറ്റില്ല, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇതൊക്കെ നിർത്തുക എന്ന് നിധി ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും ഭാസ്കരനും ചിരി നിർത്തിക്കൊണ്ട് ശരി ശരി ഇനി മിണ്ടുന്നില്ല, എന്നാലും ഇവന്റെ ഒരു കോലം എന്ന് പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ ചിരിയോടെ ഇരിക്കുമ്പോഴേക്കും ഇതാണ് പെണ്ണിന്റെ അച്ഛൻ എന്ന് പറഞ്ഞ് നിധിയും നികേഷും സംസാരിക്കുന്നതായി അഭിനയിക്കുന്നുണ്ട്. ഹലോ, എൻ്റെ പേര് ഭാസ്കരൻ എന്നാ, എൻ്റെ മരുമകൾ നിധി ഇന്ന് രാവിലെ നിങ്ങളെ വിളിച്ച് സംസാരിച്ചിരുന്നു. എൻ്റെ മൂത്ത മകൻ സുഭാഷിന് വേണ്ടി നിങ്ങളുടെ മകളെ പെണ്ണാലോചിച്ചുകൊണ്ട്. മനസ്സിലായി, ആ മാട്രിമോണിയൽ കേസല്ലേ എന്ന് നികേഷ് പറയുന്നുണ്ട്.
അങ്ങനെ നിധിയും നികേഷും അച്ഛന് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ സംസാരിക്കണം എന്ന് നിധി പറയുമ്പോൾ, ഇങ്ങനെ സംസാരിക്കാനാണോ നീ എൻ്റെ അടുത്ത് ക്ലാസ് എടുത്തത്? നീ ആ നമ്പറിങ് ഡയൽ ചെയ്തതാ, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് എന്നയാൾ പറയുമ്പോൾ, കുഴപ്പമുണ്ടാക്കരുത് എന്ന് നിധിയും പറയുന്നുണ്ട്. ഇതേ നാഷണൽ പെർമിറ്റ് ലോറി സ്വന്തമായിട്ടുണ്ടായവനാ, ഈ ലോകം മുഴുവൻ അത് ഓടിച്ചു പോയി ബിസിനസ് നടത്തിയവനാ. ആ എന്നോടാണോ നീ ആളുകളോട് സംസാരിക്കാൻ പറഞ്ഞു തരുന്നത്? നീ ആ നമ്പറിങ് ഡയൽ ചെയ്ത് തന്നേ എന്നയാൾ പറയുമ്പോഴേക്കും, സുധീഷേട്ടൻ്റെ തള്ളലിപ്പോ എവിടുന്നാന്ന് മനസ്സിലായല്ലോ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. നിധി നമ്പർ ഡയൽ ചെയ്ത് ഭാസ്കരന് കൊടുക്കാണ്. അപ്പുറ സൈഡിൽ ഫോൺ എടുത്തപ്പോഴേക്കും, ഹലോ, മൈ നെയിം ഈസ് ഭാസ്കരൻ, ക്യാൻ ഐ സ്പീക്ക് ടു മിസ്റ്റർ ബാലകൃഷ്ണൻ പ്ലീസ് എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും, അതെ ബാലകൃഷ്ണനാണ് സംസാരിക്കുന്നത് എന്നയാളും പറയുന്നുണ്ട്. എൻ്റെ മരുമകൾ നിധി രാവിലെ നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മാട്രിമോണിയിൽ എൻ്റെ മകൻ സുഭാഷിൻ്റെ പ്രൊഫൈൽ കണ്ട് നിങ്ങൾക്ക് താല്പര്യം അറിയിച്ചത് കൊണ്ടാണ് അവൾ വിളിച്ചത് എന്ന് ഭാസ്കരൻ പറയുമ്പോൾ, അതെ അതെ, നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി സംസാരിച്ചിരുന്നു. ഓക്കെ, ഞങ്ങളും കുറച്ച് നാളായി നല്ലൊരു ബന്ധം നോക്കുന്നു, ഒന്നും ശരിയായി വന്നില്ല. ഇതിപ്പോൾ നിങ്ങളുമായി എൻ്റെ മരുമോള് സംസാരിച്ചപ്പോഴും നിങ്ങൾ മാട്രിമോണിയിൽ കൊടുത്തിട്ടുള്ള പ്രൊഫൈൽ നോക്കിയപ്പോഴും ഇതൊരു നല്ല ബന്ധമാണെന്ന് തോന്നി എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും, ആ കുട്ടിയോട് നല്ലൊരു ദിവസം നോക്കി വരാൻ ഞാൻ പറഞ്ഞിരുന്നു എന്നയാൾ പറയുന്നുണ്ട്. അതെ, എങ്കിൽ പിന്നെ നാളെ തന്നെ വന്നാലോ എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ല നിങ്ങൾക്ക് വല്ല അസൗകര്യമുണ്ടെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റാം എന്ന് ഭാസ്കരൻ പറയുന്നുണ്ട്. എന്താ സൗകര്യം, നാളെ തന്നെ വന്നോളൂ എന്ന് ബാലകൃഷ്ണൻ പറയുമ്പോൾ, ശരി എങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് എൻ്റെ മരുമകളുടെ വാട്സപ്പിലേക്ക് ഒന്ന് അയച്ചോ എന്ന് ഭാസ്കരനും പറയാണ്. ശരി, അഡ്രസ്സ് അയച്ചേക്കാം, ലൊക്കേഷനും സെൻഡ് ചെയ്തേക്കാം എന്ന് ബാലകൃഷ്ണൻ പറയുമ്പോൾ, ശരിയെങ്കിൽ ഓക്കെ താങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഫോൺ കട്ട് ചെയ്ത് നല്ല തങ്കപ്പെട്ട മനുഷ്യൻ എന്ന് ഭാസ്കരനെ കുറിച്ച് ബാലകൃഷ്ണൻ മനസ്സിലോർക്കുന്നുണ്ട്. എവിടെ വീട്ടിലെ ഭാസ്കരൻ ഇത്രയും മര്യാദ മതിയോ? അല്ല ഇനി ഒരിക്കൽ കൂടി വിളിച്ച് ഇച്ചിരി കൂടി മര്യാദ കയറ്റി പറയണോ എന്ന് നിധിയോടായി ചോദിക്കുമ്പോൾ, സൂപ്പർ എന്ന് പറഞ്ഞ് എല്ലാവരും ചിരിയോടെ കൈയെടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ഭാസ്കരൻ കൊക്ക് എത്ര കുളം കണ്ടിരിക്കുന്നു, കുളം എത്ര കൊക്കിനെ കണ്ടിരിക്കുന്നു എന്നും പറഞ്ഞ് അവളുടെ ഫോൺ തിരികെ കൊടുത്ത് ഉമ്മറത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് രാത്രിയാവുമ്പോൾ ഈ കാര്യം സുഭാഷിനോടായി അവരെല്ലാവരും ചേർന്ന് പറയുന്നുണ്ട്. അത് കേട്ട സുഭാഷ് ടെൻഷനോടെ എന്തോ ആലോചിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ, എന്താ സുഭാഷ് ഏട്ടാ ഇത്, നിങ്ങൾ എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. എടാ, ഈ മാട്രിമോണിയലും പരിപാടിയൊന്നും വേണ്ടായിരുന്നു, എന്തിനാ അതൊക്കെ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ, എന്തിനാന്നോ, മുമ്പും പെണ്ണ് കാണാനൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ, അന്നൊന്നും ഇങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. ഇത് ശരിയാവും സുഭാഷ് ഏട്ടാ, എല്ലാ കാര്യങ്ങളും ഏടത്തി സംസാരിച്ചിട്ടുണ്ട് എന്ന് നികേഷ് പറയുമ്പോൾ, ഇതെന്തായാലും ശരിയാവും സുഭാഷ് ഏട്ടാ, അച്ഛനും അവരോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് നിധിയും പറയുന്നുണ്ട്. ഉമ്മറത്തിരിക്കുന്ന ഭാസ്കരൻ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ഒന്ന് കണ്ടിട്ട് വരുന്നത് കൊണ്ട് എന്താ കുഴപ്പം സുഭാഷ് ഏട്ടാ, കണ്ടിട്ട് ഇഷ്ടമായില്ലെങ്കിൽ വേണ്ട, നമുക്ക് ഒഴിവാക്കാം എന്ന് നിധി പറയുമ്പോൾ, ഇത്രയും കാലം നമ്മുടെ വീട്ടിൽ ഒരു പെണ്ണില്ല എന്ന് പറഞ്ഞിട്ടല്ലേ എല്ലാവരും ബന്ധം ഒഴിവാക്കിയത്, ഇനിയിപ്പോൾ അത് പറയില്ലല്ലോ എന്ന് സുധീഷും പറയുന്നുണ്ട്. അതെ സുഭാഷ് ഏട്ടാ, നമുക്ക് നാളെ ഒന്ന് പോയി നോക്കാം എന്ന് ഹരീഷ് പറയുമ്പോൾ, നികേഷ് പെട്ടെന്ന് സുഭാഷിനടുത്തേക്ക് ചെന്ന്, സുഭാഷ് ഏട്ടാ തടസ്സമൊന്നും പറയല്ലേ, നമുക്ക് നാളെ പോവാം എന്ന് പറയുമ്പോൾ സുഭാഷും മനസ്സോടെ സമ്മതിക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ എല്ലാവരും സന്തോഷത്തോടെ പെണ്ണ് കാണാൻ പോവാൻ ഒരുങ്ങാണ്. അവിടെ പൗഡർ വെട്ടി കണ്ണാടി നോക്കിയിരിക്കുന്ന നികേഷിനോട് റെഡിയായി വന്ന ഭാസ്കരൻ, പൗഡറിനെ ഒരു പരിധിവരെ നിന്നെ സുന്ദരനാക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ് കണ്ണാടി നോക്കുന്ന ഹരീഷിനെ പിടിച്ചു മാറ്റിക്കൊണ്ട് കണ്ണാടിയിൽ നോക്കി റെഡിയാവുമ്പോഴേക്കും സുഭാഷ് അങ്ങോട്ട് വന്ന്, എന്താച്ചാ റെഡിയായോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നെ കാണുമ്പോൾ റെഡിയായതായി തോന്നുന്നില്ലേടാ, ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ വേണമെങ്കിൽ പാൻറ് സൂട്ടൊക്കെ ഇട്ടിട്ട് വരാം, എന്താ മതിയോ എന്നയാൾ ചോദിക്കുമ്പോൾ, എന്തായാലും ഇപ്പോൾ വേണ്ട, ഞങ്ങൾ വലിയ ആൾക്കാരായി വലിയ വീടൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ തൂക്കാൻ ഒരു കോലം വയ്ക്കും, അപ്പോൾ പാൻറ് ഷർട്ടൊക്കെ ഇട്ട് അങ്ങ് വന്നാൽ മതി എന്ന് നികേഷ് കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്. എന്തുവാടാ ഇത് എന്ന് സുഭാഷ് അവനെ വിലക്കുമ്പോൾ, പിന്നെ ഇതിനൊക്കെ എന്ത് മറുപടിയാ പറയണ്ടേ ഏട്ടാ എന്ന് അവനും പറയുന്നുണ്ട്. ഇതിനുള്ള മറുപടിയൊക്കെ ഞാൻ തന്നെ തരുന്നുണ്ട്, നീ ചെവിയിൽ നുള്ളി വെച്ചോ എന്ന് ഭാസ്കരനും പറയാണ്. അപ്പോഴേക്കും ഡോറ് തുറന്ന് നിധി പുറത്തേക്ക് വരുന്നുണ്ട്. സാരിയൊക്കെ എടുത്ത് സുന്ദരിയായിട്ടാണ് നിധിയുടെ വരവ്. നിധിയെ കണ്ട് സുധീഷ് ആകെ അമ്പരപ്പോടെ അവളെ തന്നെ നോക്കുന്നുണ്ട്. നിധി സാരിയിൽ അടിപൊളിയായിട്ടുണ്ട് എന്ന് സുധീഷ് പറയുമ്പോൾ, അതിന് എന്നവൾ മറുപടി പറയാണ്. ഏട്ടത്തി സാരിയിൽ സൂപ്പറായിട്ടുണ്ട് കേട്ടോ എന്ന് നികേഷ് പറയുമ്പോൾ, താങ്ക്സ് ഡാ എന്നവൾ പറയുന്നുണ്ട്. ഓഹോ, അപ്പോൾ അവന് താങ്ക്സ് എന്ന് ദേഷ്യത്തോടെ മനസ്സിലാലോചിച്ചുകൊണ്ട് സുഭാഷ് നിൽക്കേ, എന്നാൽ നമുക്ക് പോയാലോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ശരി വാ എന്ന് പറഞ്ഞ് അവരെല്ലാവരും ഒരുമിച്ച് ഇറങ്ങാൻ നിൽക്കുമ്പോൾ
ഏട്ടാ അന്നത്തെ പോലെ കോമഡി ഒന്നും കാണിച്ചേക്കരുത് കേട്ടോ എന്ന് നികേഷും പറയുന്നുണ്ട്. എന്ത് കോമഡി എന്ന് നിധി ചോദിക്കുമ്പോൾ വട കോമഡി, പരിപ്പ് വട കോമഡി എന്ന് നികേഷ് പറയുമ്പോൾ എടാ ഞാൻ ഒരു വിധം പറഞ്ഞ് എല്ലാം സെറ്റാക്കിയിരിക്കുക, ഇത്തവണ നിന്റെ പാചക കോമഡി ഒന്നും വേണ്ട കേട്ടോ എന്ന് അച്ഛൻ പറയുമ്പോൾ ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് നിധി പറയുമ്പോൾ എങ്കിൽ നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. പിന്നീട് ഒരു കാറിൽ അവരെല്ലാവരും പെണ്ണിന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അവിടെ എല്ലാവരും അവരെ സ്വീകരിച്ച് അകത്തേക്ക് ഇരുത്തുന്നുണ്ട്. അച്ഛാ ഇവരോട് എന്തെങ്കിലും സംസാരിക്കേ എന്ന് നിധി പറയുമ്പോൾ ഭാസ്കരൻ എഴുന്നേറ്റ് നിന്ന് എല്ലാവരോടും നമസ്കാരം പറയുന്നുണ്ട്. അപ്പോൾ നിധി പെട്ടെന്ന് ഭാസ്കരനെ വലിച്ച് അച്ഛാ ഇരുന്ന് സംസാരിക്കേ എന്ന് പറയുമ്പോൾ എന്ത് പറയണമെന്നറിയാതെ ഭാസ്കരൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ വീടിനെ കുറിച്ചൊക്കെ പറ, അവരുടെ കാര്യങ്ങളും ചോദിക്കേ എന്ന് നിധി പറയുമ്പോൾ ഭാസ്കരൻ തന്നെക്കുറിച്ചും മക്കളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എൻ്റെ പേര് ഭാസ്കരൻ, എനിക്ക് 4 ആൺമക്കളാ, സുഭാഷ്, സുധീഷ്, ഹരീഷ്, നികേഷ് എന്ന് ഓരോരുത്തരെയായി പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ നിധിയെ കാണിച്ചുകൊണ്ട് ഇതെൻ്റെ മരുമകളാ, രണ്ടാമത്തെ മകൻ സുധീഷിൻ്റെ ഭാര്യ. മുമ്പ് ഞാൻ ഒരു ലോറി സ്വന്തമായി ഉണ്ടായത് ഓടിക്കുമായിരുന്നു. ഇപ്പോൾ പിന്നെ അതൊന്നുമില്ല, വെറുതെ വീട്ടിലിരിക്കുക. ഇളയ മോൻ കോളേജിൽ പഠിക്കുക, ബാക്കി 3 പേരും ഓരോരോ ജോലികൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ പെൺകുട്ടിയെ നോക്കുന്നത് മൂത്ത മോൻ സുഭാഷിന എന്ന് പറഞ്ഞ് സുഭാഷിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. മൂത്ത മകൻ നിൽക്കെ രണ്ടാമത്തെ മകൻ എന്താ ആദ്യം കല്യാണം കഴിച്ചത് എന്നയാൾ ചോദിക്കുമ്പോൾ എന്ത് പറയണമെന്നറിയാതെ ഭാസ്കരൻ നിൽക്കുന്നത് കണ്ട് അത് ഞങ്ങളുടെ കല്യാണം ലവ് മാരേജ് ആയിരുന്നു, വീട്ടിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് കല്യാണം നടത്തേണ്ടി വന്നു എന്ന് നിധിയും പറയുന്നുണ്ട്. അപ്പോഴേക്കും ബാലകൃഷ്ണൻ ഭാര്യയെ ചായ എടുക്കാനായി പറഞ്ഞയക്കുന്നുണ്ട്. ജ്യോതിയും അമ്മയും ചായയുമായി വന്ന് സുഭാഷിനെ ചായ നീട്ടുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി നാളെ